ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെഗറ്റീവ് തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, നിർത്താൻ സാധിക്കുമോ എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ പോസിറ്റീവ് ആയി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരാതിരിക്കുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പോ വരാതിരിക്കും എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. നിങ്ങള് ഒന്ന് കണ്ണടയ്ക്കുക. ആരും ഒരു കറുത്ത കുരങ്ങിനെ കാണരുത് 5 മിനിറ്റ് നേരത്തേക്ക്. സാധിച്ചോ? ഞാൻ കറുത്ത കുരങ്ങ് എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കരിങ്കുരങ്ങിനെ കണ്ടിട്ടുണ്ടാവും മനസ്സിൽ, ഇല്ലേ? അത്രയും നേരം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ സെക്കൻഡിൽ നിങ്ങൾ എല്ലാവരും കരിങ്കുരങ്ങിനെ കണ്ടിട്ടുണ്ടാവും. കാരണം എന്താ? നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണോ നമ്മുടെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത്, അതിനെ അപ്പോൾ തന്നെ അത് ഒരു വിഷനാക്കി മാറ്റിയതിന് ശേഷമാണ് അതിനെ നെഗറ്റീവ് മെസ്സേജിനെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മെജോറിറ്റി കാണരുത്, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അരുത് എന്നുള്ള മെസ്സേജ് പുറത്തേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് പോകില്ല എന്നുള്ളതാണ് സത്യം. എനിക്കൊരു മെന്റർ പറയുകയുണ്ടായി, നിങ്ങൾ ദയവ് ചെയ്ത് ആരോഗ്യം വേണ്ട എന്ന് പറഞ്ഞോളൂ എന്ന്. അതായത് അദ്ദേഹത്തിന് അറിയാം വേണ്ട എന്നുള്ള മെസ്സേജ് പോകത്തില്ല, ആരോഗ്യം എന്ന മെസ്സേജ് മാത്രമേ പോവുള്ളൂ. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങള് മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പാതി കഴിഞ്ഞു. കാരണം എനിക്ക് വേണ്ടാത്ത കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള അവബോധം അല്ലെങ്കിൽ ആ ഒരു ബോധം നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പകുതി കഴിഞ്ഞു. ആ അവെയർനെസ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അറിയുമ്പോൾ തന്നെ നമ്മള് പോസിറ്റീവ് ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതായത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നതിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് എൻ്റെ മനസ്സിൽ പലവിധ ഡൗട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്താ ഇങ്ങനെ അങ്ങനെ എന്നുള്ള തോട്ട് വരുമ്പോൾ തന്നെ അറിയാം നമുക്കത് നെഗറ്റീവ് ആണെന്ന്. പകരം നമ്മൾ അവിടെ നമുക്ക് എന്ത് വേണമെന്നതിലേക്ക് നമ്മുടെ ചിന്തയെ ബോധപൂർവം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് അഫർമേഷൻസ് ഉപകാരപ്പെടുന്നത്. എന്താണ് അഫർമേഷൻസ്? അഫർമേഷൻസ് എന്ന് പറയുന്നത് ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ അല്ലെങ്കിൽ സ്ഥിരീകരണ പ്രസ്താവനകൾ എന്നെല്ലാമാണ് അറിയപ്പെടുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങളെ ഒരു സെന്റൻസ് ആക്കി മാറ്റി അതിനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കോൺഷ്യസ്ലി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് മന്ത്രോച്ചാരണം എന്നൊക്കെ പറയില്ലേ, നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു മന്ത്രം പോലെ ഉരുവിടുക എന്ന് പറയും. സുഹൃത ജപം എന്നെല്ലാം പറയും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻസ്. ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അഫർമേഷൻസിനെ എല്ലാം നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന്, എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ളതിന് നന്ദി, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇതെല്ലാം അഫർമേഷൻസിന് എക്സാമ്പിൾ ആണ്. അടുത്ത എക്സാമ്പിള്, എനിക്കൊരു വീട് ഉള്ളതിന് നന്ദി, അല്ലെങ്കിൽ എനിക്കൊരു വീട് ലഭിച്ചതിന് നന്ദി. ഞാൻ സമ്പന്നയാണ്, ഞാൻ ധനികയാണ്, എനിക്ക് സമൃദ്ധമായി എല്ലാം ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. ഇങ്ങനെയുള്ള ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ നമ്മുടെ ചിന്തകളെ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ, നമ്മുടെ അൺകോൺഷ്യസിനെ സബ് കോൺഷ്യസിനെ ഇങ്ങനെ ഫോക്കസ്ഡ് ആക്കാൻ, ആ ചിന്തകളിലേക്ക് ഫോക്കസ്ഡ് ആക്കാൻ സഹായിക്കുന്നു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ കരിങ്കുരുങ്ങിനെ കുറിച്ച് ഓർത്തോ? ഞാൻ പറഞ്ഞപ്പോഴല്ലാതെ
അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ്സിനെ നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്തതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പുറന്തള്ളിക്കോളും അല്ലെ? അങ്ങനെ 10 ദിവസം നമ്മൾ പോസിറ്റീവായിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ വായിച്ച് നമുക്ക് വേണ്ടതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതുകൂടാതെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ ചെന്നിട്ട് അതിന്റെ റൂട്ടിനെ മാറ്റിക്കളയേണ്ടതുണ്ട്. അത് കുറച്ച് വലിയ പ്രോസസ്സാണ്. അത് നമുക്ക് ചെയ്യാം, സാവധാനം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ് ആണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് അയ്യോ ഞാനെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് ആകുലപ്പെടാതെ, ആവലാതിപ്പെടാതെ, ആങ്ഷ്യസ് ആവാതെ, അതിനെക്കുറിച്ച് പേടിക്കാതെ ബോധപൂർവം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുക. ഇനി നിങ്ങൾ പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴോ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾ നെഗറ്റീവ്സ് കേൾക്കാനിടയാകും. മറ്റുള്ളവരുടെ രോഗങ്ങളോ മറ്റുള്ളവരുടെ ദുരിതങ്ങളോ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്യാൻസൽ 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 എന്ന് മനസ്സിൽ പറഞ്ഞ് ആ നെഗറ്റീവ്സിനെ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് കയറ്റാതെ അതിനെ ഇറേസ് ചെയ്യും. വലിയൊരു ഇറേസർ എടുത്തിട്ട് നമ്മൾ അതിനെ ഇറേസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ കാണുക. ആ ഇറേസിങ് നമ്മൾ ക്യാൻസൽ എന്ന് പറയുമ്പോൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് കയറില്ല. അപ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ 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 എന്ന് പറഞ്ഞ് ബോധപൂർവം തടയുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് പറയുകയോ മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് നമ്മുടെ മുമ്പിൽ കാണിക്കുകയോ ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക. അഥവാ നമുക്ക് നടക്കുന്നില്ലെങ്കിൽ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് അത് ഉപകരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.